ഒരു ക്വിക്ക് എങ്ങനെ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നെറ്റിൽ ഗൂഗിൾ കൊളാബ് ലബോറട്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ കൊളാബ് സെലക്ട് ചെയ്യാം. ന്യൂ നോട്ട്ബുക്കും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പൈത്തൺ നോട്ട്ബുക്ക് ഓപ്പണായി വരുന്നത് കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്കിതിൻ്റെ റീനെയിം ഒന്ന് മാറ്റി കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാൻ ഇവിടെ CV_PG എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതൊന്ന് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അത് കണക്റ്റ് ചെയ്യാം. ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കണക്റ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇനിഷ്യൽ സ്റ്റെപ്സ്. ഇത് നമ്മൾ ഡ്രൈവിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ഒന്ന് മൗണ്ട് ചെയ്യണം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് സിൻടാക്സ്. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് കളർ സർക്കിൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് എൻ്റർ അടിക്കുക. സോ താഴെ ഒരു URL കാണും. ആ URL ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവിൻ്റെ ലിസ്റ്റ് വരും. അതിൽ ഏത് ഡ്രൈവിലാണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഒരു അലോ ചെയ്തതിന് ശേഷം OTP പോലത്തെ നമുക്കൊരു കോഡ് കാണും. അതിവിടെ നിന്ന് കോപ്പി ചെയ്ത് പ്രോഗ്രാമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈവ് മൗണ്ടഡ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പ്രോഗ്രാമിന് വേണ്ട ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇമ്പോർട്ട് CV2. നെക്സ്റ്റ് ഇമ്പോർട്ട് matplotlib.plyplot as plt. ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനമായി വേണ്ട ലൈബ്രറീസ്. നെക്സ്റ്റ് ഇമേജ് റീഡ് ചെയ്യണം. അതിന് കൊളാബ് നോട്ട്ബുക്സ് സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം apj.jpg എന്ന് പറയുന്ന ഒരു ഫയലാണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ബാക്ക് ടു പ്രോഗ്രാം. ഇമേജ് റീഡ് ചെയ്യേണ്ട പ്രോഗ്രാം സിൻടാക്സ് കൊടുക്കാം. ഇമേജ് ഈസ് ഈക്വൽ ടു CV2.imRead ബ്രാക്കറ്റ് ആൻഡ് കോഡ് അത്ര ഇടുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഫോൾഡറിൻ്റെ ഒരു ഐക്കൺ പോലെ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. സോ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലെടുക്കുക. ദെൻ മൈ ഡ്രൈവ്, കൊളാബ് നോട്ട്ബുക്സ് കണ്ട് apj.jpg എന്നുണ്ട്. അതിൽ കോപ്പി പാത്ത് എടുക്കുക. അത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യുക. നമ്മൾ കൊളാബിലാണ് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കളർ ഫോമാറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സിൻടാക്സ് ആണ് CV2.cvt കളർ ഇമേജ് color_bgrg. അടുത്ത നമുക്ക് ഇമേജിനെ പ്ലോട്ട് ചെയ്യണം അല്ലേ. പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സിൻടാക്സ് ആണ് plt.img. ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഷിഫ്റ്റ് എൻ്റർ അടിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് സർക്കിളിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് apj.jpg നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ്. നെക്സ്റ്റ് നമുക്ക് ഇമേജ് റൈറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക്. സോ ആദ്യം തന്നെ കൊളാബ് നോട്ട്ബുക്സിൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഔട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്. ദെൻ റൈറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് CV2.imWrite. നേരത്തെ പോലെ തന്നെ കോഡ്സിൽ ബ്രാക്കറ്റിന് കോഡ്സ് ഇടുക. ദെൻ പഴയത് തൊട്ട് തന്നെ ഫോൾഡർ എടുക്കുക, കൊളാബ് നോട്ട്ബുക്സ്, എന്നിട്ട് ഔട്ട് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ പാത്ത് അവിടെ കൊടുക്കുക. കോപ്പി ചെയ്യുക, കോപ്പി പാത്ത് എവിടെയാണോ വേണ്ടത് നമുക്ക് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഏത് പേരിലാണോ നമുക്ക് ഈ ഒരു ഇമേജ് സേവ് ചെയ്യേണ്ടത് അതുകൂടെ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ pic_apg എന്ന് പറയുന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഫോമാറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതും കൊടുക്കാം. .jpg ഫോർമാറ്റാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ .jpg. ഏത് ഇമേജാണോ ഇമേജിൻ്റെ ഇമേജ് നമ്മൾ ഏത് വേരിയബിൾ ആണോ നമ്മളത് കൊടുത്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് എൻ്റർ അടിച്ചതിന് ശേഷം ട്രൂ എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് ആ ഒരു ഫോൾഡറിൽ സേവ് ആയി എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കൊളാബ് നോട്ട്ബുക്സിൻ്റെ അടുത്ത് നോക്കാം. ഔട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക.
ചെയ്തിരിക്കുകയാണ്. സോ കണ്ടോ, pic_apg എന്ന് പറയുന്ന ഒരു ഇമേജ് വന്നിട്ടുണ്ട്. എന്താ നമ്മൾ പ്രോഗ്രാമിൽ pic_apg എന്ന് പറയുന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ റീനെയിമിലാണ് നമ്മുടെ ഇമേജ് അവിടെ സേവ് ആയിരിക്കുന്നത്. സോ ഇതാണ് ഒരു ഇമേജ് എന്നാൽ അതിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം.